നമസ്കാരം. അങ്ങനെ അവസാനം മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്കും ഈ വാഹനം ഓൾറെഡി യുകെയിലൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് അതിന് ഡെലിവറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം മാരുതി സുസുക്കി ഈ വിറ്റാരയാണ്. കുറേ നാളുകളായിട്ട് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ലോഞ്ച് ചെയ്തു, പക്ഷേ പ്രൈസ് ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പ്രൈസ് ലീക്കായി എന്നുള്ള വാർത്തകൾ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കിയുടെ ഒഫീഷ്യൽ ഡീലർഷിപ്പായിട്ടുള്ള പ്രീമിയം കാറുകളുടെ ഡീലർഷിപ്പായിട്ടുള്ള നെക്സ ഷോറൂമിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി ലീക്കായി എന്ന് പറഞ്ഞ് കുറച്ച് വാർത്തകളൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 24 ലക്ഷത്തിന് മുകളിലാണ് അതിൻ്റെ ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തിന് വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് മാരുതി സുസുക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് ബാസ് ആ ഒരു കാറ്റഗറിയിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ആദ്യം തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 വേരിയൻ്റ് ആണുള്ളത്. നിലവിലിപ്പം നെക്സ ഷോറൂം വഴി വിൽക്കുമ്പോഴത്തേക്കും ഏറ്റവും ബേസ് വേരിയൻറ്റിന് സിഗ്മയാണ്, അത് കഴിഞ്ഞിട്ട് ഡെൽറ്റ, പിന്നെ സീറ്റ, പിന്നെ ആൽഫ. പക്ഷേ സിഗ്മ എന്ന് പറയുന്ന ഏറ്റവും ബേസ് വേരിയൻറ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ ഡെൽറ്റ മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നിങ്ങനെ 3 വേരിയൻ്റ് ആയിട്ടാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ ക്വിക്കായിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഡെൽറ്റ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് ബാറ്ററി ആസ് എ സർവീസ്, അതായത് വാഹനത്തിൻ്റെ വില മാത്രം, ബാറ്ററിയുടെ വില എന്നുള്ളത് റെൻ്റായിട്ട് നമ്മൾ കൊടുക്കണം. എത്ര കിലോമീറ്റർ, ഓരോ കിലോമീറ്റർ ഓടുമ്പോഴും നിശ്ചിത തുക നമ്മൾ കമ്പനിക്ക് കൊടുക്കണം എന്നുള്ള രീതിക്കാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. MG ആണ് ഇത് കൊണ്ടുവന്നത്. ഇനി മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും ഇത് ഫോളോ ചെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ്, അതിന് അത്രത്തോളം ബേസ് വേരിയൻറ്റ് എന്നുള്ള രീതിക്ക് കോസ്റ്റ് കട്ടിംഗ് ഒന്നും ചെയ്യത്തില്ല, അത് നമുക്ക് തീർച്ചയാണ്. കാരണം ഇതൊരു പ്രീമിയം ആയിട്ടുള്ള ഒരു ക്രോസ് ഓവർ SUV ആണ്. സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഡെൽറ്റ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിന് 10,99,000 രൂപയാണ് ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം നമ്മൾ എടുക്കുമ്പോൾ കൊടുക്കേണ്ട പ്രൈസ്. അത് മാത്രമല്ല ഓരോ കിലോമീറ്റർ ഓടാനായിട്ടും 3.99 രൂപ നമ്മൾ കൊടുക്കണം. ഇനി സീറ്റയിലേക്ക് വരുമ്പോഴത്തേക്കും അത് 11,99,000 എന്നുള്ള രീതിക്ക് കൂടും. അവിടെ 1 കിലോമീറ്റർ ഓടാനായിട്ട് 4.39 രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആൽഫയിലേക്ക് വരുമ്പോഴത്തേക്കും ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനം വാങ്ങുമ്പോൾ 14,29,000 രൂപ നമ്മൾ ഷോറൂം പ്രൈസ് ആയിട്ട് കൊടുക്കണം. അവിടെ ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്ക് സെയിം സീറ്റയുടെ കേസ് തന്നെയാണ്, 4.39 രൂപ പെർ കിലോമീറ്റർ കൊടുക്കണം. ഇനി ആൽഫയുടെ തന്നെ ഒരു ഡ്യുവൽ ടോൺ ഉണ്ട്. അതിലേക്ക് വരുമ്പോഴത്തേക്കും 14,51,000 രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ്. അവിടെയും സെയിം പ്രൈസ് തന്നെയാണ് ഓരോ കിലോമീറ്റർ ഓടാനായിട്ടും നമ്മൾ കൊടുക്കേണ്ടത്. അതായത് സെയിം പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ സീറ്റയിലും ആൽഫയിലും ഒക്കെ കണ്ട അതേ പ്രൈസ് തന്നെ, 4 രൂപ 39 പൈസ. അത് 1 കിലോമീറ്റർ ഓടാൻ നമ്മൾ കൊടുക്കണം. ഡെൽറ്റയിൽ മാത്രമാണ് 3 രൂപ 99 പൈസ എന്നുള്ള രീതിക്ക് 1 കിലോമീറ്റർ ഓടാനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അത് മാത്രമല്ല ഇവർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈബാക്ക് ഗ്യാരണ്ടി എന്നുള്ളത്. ബൈബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് 60% ബൈബാക്ക് ഗ്യാരണ്ടി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 3 വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു വാഹനം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 60% ബൈബാക്ക് ഗ്യാരണ്ടി അവർ ഓഫർ ചെയ്യുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 45,000 കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടാൻ പാടുള്ളൂ. ഇനി ഒരു 50% ബൈബാക്ക് ഗ്യാരണ്ടി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. അത് 4 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ. ആ ഒരു കാറ്റഗറി തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ബാറ്ററിയുടെ വാറണ്ടി എന്ന് പറയുന്നത് 8 വർഷമാണ്, അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ബാറ്ററിക്ക് മാത്രമാണ് ഈ ഒരു വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. വാഹനത്തിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് വെറും 3 വർഷം മാത്രമാണ്. പിന്നെ ഫ്രീ ആയിട്ട് ഇപ്പോൾ ചാർജറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. 7.4 കിലോവാട്ടിൻ്റെ AC ചാർജർ, അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ ഫ്രീ ആണ്. ഇതാണ് ബേസിക്കായിട്ട് ഇന്നലത്തെ ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ആസ് എ സർവീസ് അല്ലാത്ത രീതിയിലുള്ള പ്രൈസ് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻട്രൊഡക്ഷൻ ഒരുപാട് കൂടിപ്പോയി, എന്നാലും നമ്മൾ പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ കോണ്ടന്റിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ആസ് എ സർവീസ് എന്നുള്ള രീതിക്കുള്ള പ്രൈസ് അല്ല നമുക്ക് വേണ്ടത് ഫുൾ പ്രൈസ് എന്നുള്ള രീതിക്കാണ്. 2 ബാറ്ററി പാക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 49 kWh ബാറ്ററി പാക്കും
61 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും. ഈ 49 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ വേരിയൻറ്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 61 കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് സീറ്റയിലും ആൽഫയുടെ ഡ്യുവൽ ടോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡെൽറ്റയുടെ പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 49 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള ഈ ഒരു മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 16 ലക്ഷം രൂപയാണ്. അതായത് 15,99,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു വാഹനത്തിൻ്റെ കേരളത്തിലെ എക്സ്-ഷോറൂം പ്രൈസ് 15,99,000 രൂപയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 5% റോഡ് ടാക്സ്, അതായത് ഇലക്ട്രിക് കാറുകൾക്ക് അത് കൂട്ടി എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇലക്ട്രിക് കാറുകളുടെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് 5% കേരളത്തിൽ, അതിപ്പോൾ ഉയർത്തി എന്നുള്ളതാണ്. അത് പ്രൈസിൻ്റെ സ്ലാബ് അനുസരിച്ചിട്ട് ഉയർന്നു പോയി എന്നുള്ളതാണ്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, 5% മാത്രമായിരുന്നു. സിറ്റിയുടെ പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്കും 17,49,000 രൂപയാണ്. ആൽഫയുടെ പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്കും 19,79,000 രൂപ. ആൽഫ ഡ്യുവൽ ടോൺ ആകുമ്പോഴത്തേക്കും 20 ലക്ഷം രൂപ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആരോടാണ്? തീർച്ചയായിട്ടും കർവ് EVയോടും അത് മാത്രമല്ല വിൻസർ EVയോടൊക്കെയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത് ഇപ്പം 49 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിൻ്റെ പവർ 144 BHP ആണ്. മാത്രമല്ല 61 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ 174 BHP ആയിട്ട് ഉയരുന്നുണ്ട്. ടോർക്ക് ഓൾമോസ്റ്റ് സെയിം ആണ്, 190 Nm ടോർക്കാണ് ഓൾമോസ്റ്റ് രണ്ട് വാഹനത്തിലുള്ളത്. 440 കിലോമീറ്ററാണ് 29 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡൽ. ആ ഒരു മോഡലിന് അവർ ഓഫർ ചെയ്യുന്നത്. പക്ഷേ 61 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിലേക്ക് വരുമ്പോഴത്തേക്കും 543 കിലോമീറ്ററാണ് അവർ ഓഫർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം 20 ലക്ഷം രൂപ ആൽഫ ഡ്യുവൽ ടോൺ, ആ ഒരു വാഹനം കോമ്പീറ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കർവ് EVയോടും. ഇനി വരാൻ പോകുന്ന സിയറയുടെ പ്രൈസിങ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ജൂലൈയോടുകൂടി അതിൻ്റെ ഡെലിവറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളത് കമ്പനി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് പ്രകാരം 49 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡലിന് 16 ലക്ഷം രൂപയാണ്. 16 പ്ലസ് ഒരു 2.5 ലക്ഷം കൂടെ നമുക്ക് കൂട്ടാം. അപ്പോൾ ഒരു 18.5 ലക്ഷം രൂപ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ചാർജറൊക്കെ കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 19 ലക്ഷം രൂപയാകും. 19 ലക്ഷം രൂപയ്ക്ക് വാഹനം വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹനം എന്ന് പറയുന്നത് MGയുടെ വിൻസർ EVയും അത് മാത്രമല്ല ടാറ്റയുടെ കർവ് EVയൊക്കെയാണ്. ഇനി സിയറയുടെ പ്രൈസിങ് എന്താണെന്ന് നമ്മൾ അറിയേണ്ടതായിട്ടിരിക്കുന്നു. അതെന്താണെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നല്ലൊരു പ്രൈസിങ്ങിൽ ആ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിറ്റാരയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഇപ്പോൾ നെക്സ ഷോറൂം വഴി ലീക്കായിട്ടുള്ള പ്രൈസ് 24.74 എന്നുള്ള രീതിക്കൊക്കെയാണ്. അതൊന്നുമല്ല, ആൽഫ ഡ്യുവൽ ടോൺ ഏറ്റവും ടോപ്പ് എൻഡ് 61 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള ആ ഒരു മോഡലിന് 20 ലക്ഷം രൂപയാണ്. പ്ലസ് ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 3.5 ലക്ഷം രൂപ എക്സ്ട്രാ നമുക്ക് കൂട്ടാം. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓൺ റോഡ് ഒരു വാഹനം 24 ലാക്സിൻ്റെ അടുത്ത് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും ക്രെറ്റയിലേക്ക് പോകുമോ അല്ലെങ്കിൽ വിൻസറിലേക്ക് പോകുമോ, അതുമല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സിയറയിലേക്ക് പോകുമോ? ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. BE6 XEV9 ഒക്കെ ഉണ്ട്. അത് കുറച്ച് പ്രൈസ് കൂടുതലുള്ള വാഹനങ്ങളാണ്. എന്നാൽ പോലും Harrier.EV ഒക്കെ ഉണ്ട്. ഉപരി ഈ ഒരു വാഹനം ഓഫർ ചെയ്യുന്ന റേഞ്ചാണ് 543 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഒരു സിംഗിൾ ചാർജിൽ 61 കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുള്ള മോഡൽ ഓഫർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ അതിൻ്റെ ടെക്നോളജി, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി ഏത് ടൈപ്പാണ്, ഏത് തരം പ്ലാറ്റ്ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്, ആക്ച്വലി റിയൽ വേൾഡ് റേഞ്ച് എത്രത്തോളം ഉണ്ട്, അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി എന്താണ്, അത് മാത്രമല്ല അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് എത്രയാണ്, പിന്നെ നമ്മളുടെ റണ്ണിങ് കോസ്റ്റും നമ്മൾ കൊടുക്കുന്ന, അതായത് പെട്രോൾ വാഹനത്തിൽ നിന്നും എക്സ്ട്രാ കൊടുക്കുന്ന പണവുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇലക്ട്രിക് കാറുകളിലേക്ക് പോകുക. തീർച്ചയായിട്ടും ഈ ഒരു കോൺറ്റന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.